Good morning, all. നമ്മുടെ കഴിഞ്ഞ ദിവസം ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കഴിഞ്ഞു അല്ലെ? ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയല്ലോ. നോക്കിയോ എല്ലാവരും? ആ ഒരു ചാപ്റ്റർ നോക്കിയോ? നോക്കിയോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് മിസ് എടുക്കുന്ന ചാപ്റ്റർ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. ഈ ഒരു ചാപ്റ്റർ കൂടിയല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഇനി എടുക്കാനായിട്ട് ഫസ്റ്റും സെക്കൻഡും മോഡ്യൂളില് അല്ലേ? നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നഴ്സിംഗ് ജോബ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? നമ്മൾ പറയാറുണ്ട്, പൊതുവെ പറയാറുണ്ട്, എന്താണ് മാലാഖമാരാണെന്ന് പറയാറുണ്ട് അല്ലെ? നഴ്സുമാര് പറയാറില്ലേ? ഉണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കേട്ടിട്ടില്ല പ്രിയങ്ക? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്താണ്? ആർക്കൊന്നും പറയാനില്ല. എന്തുകൊണ്ടാ പറയുന്നത് അങ്ങനെ? നഴ്സുമാർ നമ്മ മാലാഖമാർ, ദൈവത്തിന്റെ മാലാഖമാർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വെറുതെ പറയുന്നതാണോ? അല്ല അല്ലെ, വെറുതെ പറയുന്നതല്ല അല്ലെ? പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അവര് ഹെൽപ്പ് ചെയ്യാണ് അല്ലെ? ആളുകളെ ഹെൽപ്പ് ചെയ്യാണ്, കെയർ ചെയ്യാണ് അല്ലെ? സംരക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ട് അല്ലെ? ഹെൽപ്പ് ചെയ്യാണ് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ടാണോ? ഇപ്പൊ നമുക്കറിയാം, നമുക്കൊരു ചെറിയ പനി വന്നാൽ മതി അല്ലെ? ആ ഹെൽത്തിന് വേണ്ടിയിട്ടും ക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ലെ? നമുക്കൊരു ചെറിയ പനി വന്നാൽ മതി. പിന്നെ നമുക്ക് എന്താണ്? നമുക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല അല്ലെ? ആകെ ശരീരം മൊത്തം വേദനയായി, തളർച്ചയായി, ക്ഷീണമായി അല്ലേ? അപ്പൊ ഇങ്ങനെ പല അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യല്ലേ, സംരക്ഷിക്കുകയാണ് അല്ലെ ചെയ്യുന്നത്? ആണോ? ആണ്. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ അല്ലെ? നഴ്സിംഗ് ഈസ് എ പ്രൊഫഷൻ that offers services which benefits the health and well-being of people. എന്താണ്? ആളുകളുടെ ക്ഷേമത്തിനും ആരോഗ്യത്തിനും ഗുണം ചെയ്യുന്ന സേവനങ്ങൾ നൽകുന്ന ഒരു പ്രൊഫഷൻ അല്ലെ? ഒരു തൊഴിലാണ് നഴ്സിംഗ്. അതല്ലേ ഇപ്പൊ മിസ് പറഞ്ഞത്? ആളുകളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഗുണം ചെയ്യുന്ന സേവനം നൽകുന്ന, അവരെന്താണ് നൽകുന്നത്? നമുക്ക് സർവീസ് ആണ് അല്ലെ? കെയർ ആണ് നൽകുന്നത് അല്ലെ? ആണോ? സേവനം നൽകുന്ന ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ്. നെക്സ്റ്റ് പറയുന്നത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ലീഡർഷിപ്പ് പൊസിഷൻ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് പ്രൊഫഷൻ ആണ് അല്ലെ? നേതൃത്വ സ്ഥാനത്തുള്ള ഒരു പൊസിഷൻ ആണ്. ഇൻ എ സ്പെസിഫിക് ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്, ഒരു പ്രത്യേക ആരോഗ്യ സംരക്ഷണ പരിസ്ഥിതിയിലെ ഒരു നേതൃത്വ സ്ഥാനമാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. നഴ്സിംഗിനല്ല, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലേ? എന്താണ്? ഒരു പ്രത്യേക ആരോഗ്യ സംരക്ഷണ പരിസ്ഥിതിയിലെ ഒരു നേതൃത്വ സ്ഥാനമാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. നമ്മ പറയുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്മിനിസ്ട്രേഷൻ ഭരണം നടത്തുക അല്ലേ? നേതൃത്വം കൊടുക്കുക അല്ലേ? എന്താണ് മിണ്ടാത്തത്? അതിനു വേണ്ടിയല്ലേ നിങ്ങൾ പഠിക്കുന്നത്? ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ നടത്താൻ അല്ലേ? പല ഡിപ്പാർട്ട്മെന്റുകളിൽ അല്ലെ? ലീഡർഷിപ്പ്. അതേപോലെ എന്താണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല്
ഒരു പ്രത്യേക ആരോഗ്യ സംരക്ഷണ പരിസ്ഥിതിയിലെ ഒരു നേതൃത്വ സ്ഥാനമാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. പ്രത്യേക ആരോഗ്യ സംരക്ഷണ പരിസ്ഥിതി എന്ന് പറഞ്ഞു. എന്തൊക്കെ പെടാം? നഴ്സിംഗ് പേഴ്സണൽ പെടാം അല്ലെ. നമുക്കറിയാം ഹെഡ് നേഴ്സ് ഉണ്ട്, സൂപ്രണ്ടന്റ് ഓഫ് നേഴ്സ് ഉണ്ട്, നഴ്സിംഗ് ഡയറക്ടർ ഉണ്ട് ഇല്ലേ? അവരൊക്കെ എന്താണ്? നേതൃത്വ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണോ? അതർ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യാനും അവരെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണോ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നഴ്സിംഗ് ഡയറക്ടർ ഇരിക്കുന്നത്? ആണോ? അല്ലേ? അപ്പൊ അതെന്താണ്? ആ ഒരു നഴ്സിംഗ് ഡയറക്ടർ, നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്ന് പറയുന്നത് ആരാ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലേ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലേ? പിന്നെ എന്താണ്? നഴ്സിംഗ് പേഴ്സണലിനെ മാത്രമാണ് അവർ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്? നഴ്സിംഗ് പേഴ്സണലിനെ മാത്രമാണ് അവർ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്? അല്ല, പേഷ്യന്റ് കെയറിൽ അവര് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നുണ്ട് അല്ലേ? പേഷ്യൻസിന് കൊടുക്കുന്ന സംരക്ഷണത്തിലോ കെയർസില് അല്ലെ, പരിചരണത്തിലോ കൊടുക്കുന്നുണ്ടോ? നേതൃത്വം കൊടുക്കുന്നുണ്ടോ? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ല മക്കളെ? മിസ്സിന് ഇതാ റെസ്പോണ്ട് ചെയ്യും മിസ് ചോദിക്കുന്നതിന്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇതാണ് നമ്മുടെ നഴ്സിംഗ് പ്രൊഫഷണൽസിന് മാത്രമല്ല അല്ലെ, നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻസ് ലീഡർഷിപ്പ് നടത്തുന്നത് പേഷ്യന്റ് കെയറിന് കൊടുക്കുന്നുണ്ട് അല്ലെ? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിൽ അവിടെ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നുണ്ടോ? നേതൃത്വം കൊടുക്കുന്നുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ്? ആ ഒരു സെന്റൻസ് ക്ലിയർ ആയോ? ഒരു പ്രത്യേക ആരോഗ്യ സംരക്ഷണ പരിസ്ഥിതിയിലെ ഒരു നേതൃത്വ സ്ഥാനമാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് ദ ഡെഫിനിഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നഴ്സിംഗ് അല്ല, ദ ഡെഫിനിഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ refers to the collection of people who are in charge of making and applying laws and norms, or those in leadership position who come for important tasks such as staffing and staffing process. അപ്പൊ നോക്കിയേ, നിയമങ്ങളും മാനദണ്ഡങ്ങളും നിർമ്മിക്കുന്നതിനും പ്രയോഗിക്കുന്നതിനും ചുമതലയുള്ള ആളുകളുടെയോ, ഇപ്പൊ നമുക്കറിയാം അല്ലെ, പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട്, വാർഡിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, അതേപോലെ ഹോസ്പിറ്റൽ എല്ലാ സെക്ഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ടോ? നമ്മ ഓരോ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോഴും പഠിച്ചു അല്ലെ, അവിടുത്തെ പോളിസികള്, അവിടുത്തെ റൂൾസ് അല്ലേ? അപ്പൊ എന്താണ്? ഇങ്ങനെയുള്ള നിയമങ്ങളും മാനദണ്ഡങ്ങളും നിർമ്മിക്കുന്നതിനും ആ ഒരു പ്രത്യേക ഏരിയകൾ അല്ലെ, ഓരോ സെക്ഷനിലും പ്രയോഗിക്കുന്നതിനും ചുമതലയുള്ള ആളുകളുടെയോ ഒക്കെയാണോ? നിയമങ്ങളും ഓരോ ഡിപ്പാർട്ട്മെന്റിനും അല്ലെ, ഓരോ സെക്ഷനും പറയുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളും നിർമ്മിക്കുന്നതിനും അത് അവിടെ പ്രാവർത്തികമാക്കുക അല്ലെ, പ്രയോഗിക്കുന്നതിനും ചുമതലയുള്ള ആളുകളുടെയോ, അതല്ലെങ്കിൽ എന്താണ്? സ്റ്റാഫിംഗ് പ്രോസസ് അല്ലെ, സ്റ്റാഫിംഗ് പ്രോസസ്സും അങ്ങനെയുള്ള പ്രധാന ജോലികൾക്കായി വരുന്ന നേതൃത്വ സ്ഥാനങ്ങളിലുള്ളവരുടെയോ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെയും പറയാം, നിയമങ്ങളും മാനദണ്ഡങ്ങളും നിർമ്മിക്കുന്നതിനും അത് പ്രയോഗിക്കുന്നതിനും ചുമതലയുള്ള ആളുകളുടെയോ, അതല്ലെങ്കിൽ സ്റ്റാഫിംഗ് പ്രോസസ് എന്നിങ്ങനെയുള്ള പ്രധാന ജോലികൾക്കായി വരുന്ന നേതൃത്വ സ്ഥാനം അല്ലെ, ഉയർന്ന സ്ഥാനം, ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആളുകളുടെയോ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഡൗട്ടുണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ഇനി മിസ് സ്റ്റാഫിംഗ് എന്താണെന്ന് പറയാം കേട്ടോ. സ്റ്റാഫിംഗ് നോക്കിയേ, സ്റ്റാഫിംഗ് മീൻസ് ദ കണ്ടിന്യൂസ് പ്രോസസ് അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ്, ഒന്നുകൂടി പറയാലോ? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്
നമുക്കറിയാം ഹോസ്പിറ്റലിൽ നമ്മ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചു അല്ലെ സഞ്ജന അല്ലേ? നമ്മ ഓരോ ഡിപ്പാർട്ട്മെന്റിന് പഠിച്ചു അല്ലെ? എന്താണ് ഓരോ നിയമങ്ങളും മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അല്ലെ അവിടുത്തെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന്. വാർഡ് പഠിച്ചു, ആക്സിഡന്റ് ആൻഡ് എമർജൻസി പഠിച്ചു, ഫാർമസി പഠിച്ചു ഇല്ലേ സഞ്ജന? പഠിച്ചു അല്ലെ? അപ്പൊ അങ്ങനെയാ ഓരോ നിയമങ്ങളും മാനദണ്ഡം ഓരോ സെക്ഷനിലേക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങളും മാനദണ്ഡങ്ങളും നിർമ്മിക്കുന്നതിന് പേഷ്യന്റിന്റെ സേഫ്റ്റി അവരുടെ പരിചരണം അതുമായൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെയുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നതിനും അതാ ഏരിയകളിൽ പ്രയോഗിക്കുന്നതിനും ചുമതലയുള്ള ആളുകളുടെയോ അതൊക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് സ്റ്റാഫിംഗ് പ്രോസസ് അങ്ങനെയുള്ള പ്രധാന ജോലികൾ വരുന്ന നേതൃത്വ സ്ഥാനങ്ങളിലുള്ളവരുടെയോ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് പ്രോസസ് എന്നിങ്ങനെയുള്ള പ്രധാന ജോലികൾ ചെയ്യുന്ന നേതൃത്വ സ്ഥാനങ്ങളിലുള്ളവരുടെയോ ഒരു കൂട്ടത്തെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ സഞ്ജന? ഓക്കെ ആയോ? നെക്സ്റ്റ് നമ്മ പറഞ്ഞു സ്റ്റാഫിംഗ് പ്രോസസ് അല്ലെ? അവിടെ നേതൃത്വ സ്ഥാനങ്ങളിലുള്ളവരുടെ ഒരു കൂട്ടത്തെയോ എന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മൊരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കാണ് അല്ലെ? അത് ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ അത് അവസാനിച്ചോ? ഇല്ല അല്ലെ? അത് ആ ഒരു ഹോസ്പിറ്റലിൽ നിലനിൽക്കുന്ന കാലത്തോളം ആ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കില്ലേ? പുതിയ സ്റ്റാഫുകളെ സെർച്ച് ചെയ്യുക അല്ലെ? അവരിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഉചിതമായിട്ടുള്ള ആളെ ചൂസ് ചെയ്യുക, അവരെ വിലയിരുത്തുക അല്ലെ? അല്ലെ? അപ്പൊ എന്താണ് സ്റ്റാഫിംഗ്? മീൻസ് ദ കണ്ടിന്യൂസ് പ്രോസസ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അല്ലെ? അതെന്താ നടക്കുന്നത്? സെർച്ചിങ് അല്ലെ? നമ്മൾ എംപ്ലോയീസിനെ പുതിയ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ളതും നമുക്ക് പ്രസന്റിലേക്ക് അല്ലെ ഇപ്പോഴത്തേക്ക് എന്തെങ്കിലും വേക്കൻസി വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെയും സെർച്ച് ചെയ്യുക അല്ലെ? അന്വേഷിക്കുക. അപ്പൊ ചെയ്യുന്ന സമയത്ത് നമ്മൊരു ജോബിനാണെങ്കിലും ഒരു അന്വേഷിച്ചു വരുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് ഒരുപാട് CV കിട്ടോ? ഒരുപാട് ആളുകൾ അപ്ലിക്കേഷൻ നടത്തല്ലേ? ഇല്ലേ? അപ്പൊ അതിൽ നിന്ന് എന്താണ് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളെ നമ്മൾ ചൂസ് ചെയ്യണ്ടേ? ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മ അവരെ അനലൈസ് ചെയ്യല്ലേ? അനലൈസ് ചെയ്യോ? ഇന്റർവ്യൂ നടത്തും അല്ലെ? പേഴ്സണൽ ഇന്റർവ്യൂസ് ഒക്കെ നടത്തി അവരെ വിലയിരുത്തും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അനലൈസിങ് ആൻഡ് ക്രിയേറ്റിംഗ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എംപ്ലോയീസ് അല്ലെ? പിന്നെ എന്താണ്? നമ്മുടെ എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു വർക്കിംഗ് റിലേഷൻ കൊണ്ടുവരണോ? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വർക്കിംഗ് റിലേഷൻ കൊണ്ടുവരണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. നമുക്ക് പ്രസന്റിലേക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ അന്വേഷിക്കുക. അവരിൽ നിന്ന് അല്ലെ അന്വേഷിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന അപ്ലിക്കേഷൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആളെ ചൂസ് ചെയ്യുക, അവരെ അനലൈസ് ചെയ്യുക അല്ലെ? നമ്മുടെ സ്റ്റാഫുകൾക്കിടയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് കേട്ടോ മിസ് വളരെ സ്ലോ ആയിട്ട് ക്ലിയർ ആണോ എന്ന് ചോദിച്ചിട്ട് പോണത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറഞ്ഞുതരാം. നെക്സ്റ്റ് സ്റ്റാഫിംഗ് പ്രോസസ് അല്ലെ? ഇൻവോൾവ്സ് മാൻ പവർ പ്ലാനിങ് ടു ഹാവ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ അല്ലെ? നമ്മൾ എങ്ങനെയാണ് സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യേണ്ടത്? ശരിയായ വ്യക്തിയെ ശരിയായ സ്ഥാനത്ത് അല്ലെ ശരിയായ പൊസിഷനിൽ അപ്പോയിന്റ് ചെയ്യണോ?
വേണ്ടേ? ഇപ്പൊ എനിക്ക് യാതൊരു അറിവില്ലാത്ത ഒരു മേഖലയിൽ കൊണ്ടുവന്ന് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്താൽ എനിക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് അല്ലെങ്കിൽ സിൻസിയർ ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കോ? ഞാൻ ടീച്ചിങ് മേഖലയിലാണ് അല്ലെ, എന്നെ കൊണ്ട് ഒരു എഞ്ചിനീയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യാൻ നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് അവിടുത്തെ ഒരു കാര്യങ്ങൾ അറിയില്ല അല്ലെ, ഇല്ല. അപ്പൊ എങ്ങനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ്സ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് സ്റ്റാഫിംഗ് പ്രക്രിയ? ശരിയായ വ്യക്തിയെ ശരിയായ സ്ഥാനത്ത് അല്ലെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാൻ പവർ പ്ലാനിങ് അല്ലെ, മാനവശേഷി ആസൂത്രണം ഉൾപ്പെടുന്നു. ഓക്കെ ആണോ? ഇപ്പൊ ഡയറ്ററി ലാബിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആൾക്ക് ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളും കാര്യങ്ങളായിരിക്കും അല്ലെ അറിയുന്നത്, ആണോ? ആളെ കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിർത്തി കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞാൽ പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, എങ്ങനെയായിരിക്കണം സ്റ്റാഫിംഗ് പ്രോസസ്സ് ചെയ്യേണ്ടത്? ശരിയായ വ്യക്തിയെ ശരിയായ സ്ഥാനത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനവശേഷി അല്ലെ, മാൻ പവർ പ്ലാനിങ് ആണ് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ ഉൾപ്പെടുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയപ്പോ അത്? നെക്സ്റ്റ് പറയുന്നത് that means staffing process consists of identifying the type and amount of nursing care needed by the patient and selecting and appointing personnel from the obtainable application. അതായത് ആ രോഗിക്ക് ആവശ്യമായ നഴ്സിംഗ് പരിചരണത്തിന്റെ തരവും അളവും തിരിച്ചറിയുകയും ആ ലഭ്യമായ അപേക്ഷകരിൽ നിന്ന് ജീവനക്കാരെ തിരഞ്ഞെടുത്ത് നിയമിക്കുകയും ചെയ്യുന്നതാണ് സ്റ്റാഫിംഗ് പ്രക്രിയകൾ. ഒരു ചെറിയ എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ക്ലിനിക് കേട്ടോ, സ്പെഷ്യലൈസ്ഡ് ക്ലിനിക് ആണ്. അവിടെ എന്താണ് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ ആർക്കായിരിക്കും പ്രിഫറൻസ് കൊടുക്കുന്നത്? അവിടെ അപ്പോയിന്റ്മെന്റ് ഇത് വരുമ്പോൾ, വേക്കൻസി വരുമ്പോൾ ഏത് അപ്ലിക്കന്റിനെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ആ ഓങ്കോളജി സെക്ഷനിൽ വർക്ക് ചെയ്ത സ്റ്റാഫുകളെ ആയിരിക്കും അല്ലെ, അതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ആയിരിക്കുമല്ലോ, ആണോ? ആണോ? എന്തൊന്നും പറയാത്തെ? ആയിരിക്കും അല്ലെ. ഓങ്കോളജി സെക്ഷനിൽ വർക്ക് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരല്ലേ കൂടുതൽ പ്രിഫർ ചെയ്യാം. അവർക്ക് എന്താണ് കുറച്ചും കൂടി അറിയാൻ പറ്റൂ അല്ലെ. ഇപ്പൊ എന്തിനാണ് നമ്മൾ ഡോക്ടേഴ്സ് ഒക്കെ ഓരോ സ്പെഷ്യലൈസ്ഡ് മേഖലകളിൽ MD ഒക്കെ എടുക്കുന്നത്? എന്തിനാ? കൂടുതൽ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാനും അവർക്ക് ട്രീറ്റ്മെന്റുകൾ നൽകാനും വേണ്ടിയിട്ടാണ് അല്ലെ. അത്തരത്തിലുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റുകൾ നൽകാൻ വേണ്ടിയിട്ടാണോ? പീഡിയാട്രിക്സ്, ഓർത്തോ, ഗൈനക്, കാർഡിയോളജി അല്ലെ. അപ്പൊ എന്താണ് ഓരോ പേഷ്യൻസിനും അല്ലെ, അപ്പൊ വ്യത്യസ്ത തരത്തിൽ വരുന്ന പേഷ്യൻസ് വരുന്നുണ്ടല്ലോ. ഇതോ ഇതൊന്നും ഇണ്ടാത്തേ, പലതരത്തിലുള്ള കെയേഴ്സ് ലഭിക്കേണ്ട പേഷ്യൻസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ രോഗിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ, ഓരോ രോഗിക്കും ആവശ്യമായിട്ടുള്ള നഴ്സിംഗ് പരിചരണത്തിന്റെ തരവും അളവും തിരിച്ചറിയുകയും ലഭ്യമായ അല്ലെ. ഇപ്പൊ നമുക്കൊരു വേക്കൻസി വരുമ്പോൾ ഒരുപാട് ആളുകൾ അപ്ലിക്കേഷൻ കൊടുക്കും അല്ലെ. അപ്പൊ ലഭ്യമായിട്ടുള്ള അപേക്ഷകരിൽ നിന്ന് ജീവനക്കാരെ തിരഞ്ഞെടുത്ത് നിയമിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സ്റ്റാഫിംഗ് പ്രക്രിയ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ മക്കളെ. ക്ലാസ് കഴിഞ്ഞിട്ട് എന്തായാലും വായിച്ചു നോക്കണം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് staffing is logical operation that consists of many independent actions. സ്റ്റാഫിംഗ് എന്നത് നിരവധി ഇൻഡിപെൻഡന്റ് ആക്ഷൻസ് അല്ലെ, സ്വതന്ത്ര പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ലോജിക്കൽ പ്രവർത്തനമാണ്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. recognizing
the type of amount of nursing care required by the patients. അല്ലെ, ആ ഒരു പേഷ്യൻസിന് ഏത് തരത്തിലുള്ള എന്താണ് കെയർ ആണ് അല്ലെ, നഴ്സിംഗ് കെയർ ആണ് ആവശ്യം, എത്ര എമൗണ്ടിലാണ് അല്ലെ, എത്ര അളവിന് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുക. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ക്രിട്ടിക്കൽ കെയർ കിട്ടേണ്ട പേഷ്യൻസ് ഉണ്ട് അല്ലെ, മിനിമൽ കെയർ കിട്ടേണ്ട പേഷ്യൻസ് ഉണ്ട് അല്ലെ, ഉണ്ടോ? ഡയറക്റ്റ് കെയർസ് കിട്ടേണ്ട പേഷ്യൻസ് ഉണ്ട് അല്ലെ, ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ അങ്ങനെ എന്താണ് നമ്മുടെ പേഷ്യൻസിന്റെ രോഗിക്ക് ആവശ്യമായിട്ടുള്ള നഴ്സിംഗ് പരിചരണത്തിന്റെ തരവും അളവും തിരിച്ചറിയുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിംഗ് എംപ്ലോയീസ് ഫ്രം അവൈലബിൾ ആപ്ലിക്കന്റ് അല്ലെ, ലഭ്യമായ അപേക്ഷകരിൽ നിന്ന് ജീവനക്കാരെ തിരഞ്ഞെടുത്ത് നിയമിക്കുക അല്ലെ. അവരുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അല്ലെ, അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ജീവനക്കാരെ തിരഞ്ഞെടുത്ത് നിയമിക്കുക. ഓക്കെ ആണോ? രണ്ടൊക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് എയിം ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ട് ഓൺ 3 ബേസിക് എലമെന്റ് അല്ലെ. നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്റ്റിലെ 3 ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് അല്ലെ, അടിസ്ഥാന ഘടകങ്ങളാണ് താഴെ തന്നിരിക്കുന്ന ലക്ഷ്യങ്ങൾ അല്ലെ, ആണ് താഴെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ്. നമ്മ പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ എങ്ങനെയായിരിക്കണം, നഴ്സിംഗ് കെയർ എങ്ങനെയായിരിക്കണം? ഹൈ ക്വാളിറ്റി ഉള്ളത് അല്ലെ, ഉയർന്ന ഗുണനിലവാരമുള്ളതായിരിക്കണോ? ഉയർന്ന നിലവാരമുള്ളതായിരിക്കണോ? അല്ലേ? അപ്പൊ എന്താണ് ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസസ്? എന്താണ്? ഉയർന്ന നിലവാരമുള്ള നഴ്സിംഗ് പരിചരണ സേവനം. രണ്ടാമത്തെ പറയുന്നത് ഈ സ്ട്രക്ചർ ബട്ട് ഫ്ലെക്സിബിൾ സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് വിത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആസ് വെൽ ആസ് ചേഞ്ച് ടു ഡെവലപ്പ് ദെയർ നോളജ് ആൻഡ് സ്കിൽ അല്ലെ. എന്താണ്? ജോലി സംതൃപ്തിയും അറിവും വൈദഗ്ധ്യവും വികസിപ്പിക്കാനുള്ള അവസരമുള്ള ഘടനാപരവും എന്നാൽ വഴക്കമുള്ളതുമായ ഒരു സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ്. എങ്ങനെയായിരിക്കണം ആ ഒരു നഴ്സിംഗ്മാർക്ക് കൊടുക്കുന്ന ആ ഒരു വർക്കിംഗ് എൻവയോൺമെന്റ്? അവരുടെ എന്താണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കണം അല്ലെ. നമുക്ക് ഏതൊരു ജോലി ചെയ്യുമ്പോഴും അതിൽ തൃപ്തി ഉണ്ടായാൽ മാത്രമല്ലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ? ആണോ? ജോബ് സാറ്റിസ്ഫാക്ഷൻ വേണം അല്ലേ? നമ്മുടെ ജോലിയോട് സാറ്റിസ്ഫാക്ഷൻ വേണോ? തൃപ്തി വേണോ? വേണം. പിന്നെ എന്താണ്? അനുദിനം അല്ലെ, നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും ചെല്ലും തോറും, ഓരോ വർഷം ചെല്ലും തോറും നമ്മുടെ സ്കില്ലും നോളജും വർദ്ധിച്ചുകൊണ്ടിരിക്കണോ? അങ്ങനെയല്ലേ പൊതുവെ? അങ്ങനെയല്ലേ വരാറ് അല്ലേ? അങ്ങനെയല്ലേ? ആണ് അല്ലെ. അപ്പൊ എന്താണ്? ജോലി സംതൃപ്തിയും അറിവും വൈദഗ്ധ്യവും അവരുടെ എന്താണ് നോളജും സ്കില്ലും വികസിപ്പിക്കാൻ അവസരമുള്ള ഘടനാപരവും എന്നാൽ വഴക്കമുള്ളതുമായിട്ടുള്ള അല്ലെ, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, അവർക്ക് ഒരു ഉത്തേജക അന്തരീക്ഷം നൽകുക. ഓക്കെ ആണോ? മിസ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. ഒരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല, എന്തിനു ഭയങ്കര സ്ട്രിക്റ്റും നമുക്ക് ഒരുപാട് സ്ട്രെസ് ഒക്കെ തരുന്ന എൻവയോൺമെന്റ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതിനു പകരം എന്താണ്? അവര് എന്താണ് ജോലിയോടുള്ള ഒരു സംതൃപ്തി വർദ്ധിപ്പിക്കുക, അവരുടെ സ്കില്ലും നോളജും ഒക്കെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം, അവർക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എ മാനേജ്മെന്റ് പ്രോസസ്
causing an efficient and effective pattern of nursing care അല്ലെ. എന്താണ് മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം? കാര്യക്ഷമവും ഫലപ്രദവുമായിട്ടുള്ള ഒരു നഴ്സിംഗ് പരിചരണ രീതിക്ക് എന്താണ് കാരണമാകുന്ന ഒരു മാനേജ്മെന്റ് പ്രക്രിയ അല്ലെ. കാര്യക്ഷമവും ഫലപ്രദവുമായിട്ടുള്ള എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് അല്ലെ. കാര്യക്ഷമവും ഫലപ്രദവുമായിട്ടുള്ള ഒരു നഴ്സിംഗ് പരിചരണ രീതിക്ക് കാരണമാകുന്ന ഒരു മാനേജ്മെന്റ് പ്രക്രിയ അല്ലെ. നഴ്സുമാരുടെ പരിചരണത്തിന് എന്ത് കിട്ടണം? എഫക്റ്റീവും എഫിഷ്യന്റ് ആയ രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം അല്ലെ. അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊടുക്കുക, ഒരുപാട് നിയന്ത്രണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എഫിഷ്യന്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? മാനേജ്മെന്റ് അങ്ങനെയാണെങ്കിലോ പറ്റുമോ? മാനേജ്മെന്റ് ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന, ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്ന ഒരു മാനേജ്മെന്റ് ആണെങ്കിൽ നമുക്ക് ശരിയായി വർക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഒന്ന് ആലോചിച്ചേ. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ ടോപ്പിലുള്ളവര്, നിങ്ങളുടെ മാനേജേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് തരാണ്, നമുക്ക് ഓവർലോഡ് വർക്ക് തരാണ്, നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് തരാണെങ്കിൽ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഇവിടെ പറയുന്നത് എന്താ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്റ്റിലെ എയിം എന്ന് പറയുന്നതിൽ മൂന്നാമത്തെ പറയുന്നത് എന്താ? നമുക്ക് കാര്യക്ഷമവും ഫലപ്രദമായിട്ടും എന്താണ് നഴ്സിംഗ് പരിചരണം. നമ്മൾ നഴ്സുമാരെയാണ് അല്ലെ പറയുന്നത്. അപ്പൊ നഴ്സിംഗ് പരിചരണ രീതിക്ക് കാരണമാകുന്ന ഒരു മാനേജ്മെന്റ് പ്രക്രിയ. ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് സർവീസസ് ഇൻ ദ മോസ്റ്റ് ഫ്രൂഗൽ മാനർ അല്ലെ. അവർ കൊടുക്കുന്ന നഴ്സിംഗ് കെയർ സർവീസ് എങ്ങനെയുള്ളതായിരിക്കണം? ശ്രദ്ധയോടുകൂടി, കെയർഫുൾ ആയിട്ടായിരിക്കണം അല്ലെ. നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തിലോ എന്തെങ്കിലും ഒരു അശ്രദ്ധ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ആലോചിച്ച് നോക്കിയേ. ചിലപ്പോ അവരെ മരണം തന്നെ സംഭവിക്കാം അല്ലെ. ആണോ? ആണല്ലേ. അപ്പൊ എന്താണ്? സർവീസസ് ഇൻ ദി മോസ്റ്റ് ഫ്രൂഗൽ മാനർ അല്ലെ. നല്ല ശ്രദ്ധയോടുകൂടിയുള്ള, നല്ല കെയർഫുൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം പേഷ്യൻസിന് സേവനങ്ങൾ നൽകാൻ. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗിലെ എന്താണ് പ്രധാന ഘടകങ്ങൾ അല്ലെ. ഇമ്പോർട്ടന്റ് എലമെന്റ്സ്. ഫസ്റ്റ് പറയുന്നത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്സ് അല്ലെ. നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫിന്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി. അപ്പൊ അത് നോക്കിയേ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി suitable educational training given to the nursing staffs for the kind of services they are being made ready for അല്ലെ. എന്താണ് ഇത്? സ്റ്റാഫുകൾക്ക് നൽകുന്ന സേവനത്തിന് അനുയോജ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ പരിശീലനത്തെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ഓരോ പൊസിഷനിനനുസരിച്ച് അവർക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണോ? ഇപ്പൊ മിസ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി എടുത്തപ്പോ പറഞ്ഞു അല്ലെ. എന്താണ്? EMT ടെക്നീഷ്യൻസ് പറഞ്ഞു അല്ലെ. പറഞ്ഞോ? ട്രയേജ് കൊടുക്കാൻ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ അല്ലെ. ക്രിട്ടിക്കൽ സിറ്റുവേഷനിലുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനുള്ള സ്റ്റാഫുകൾ അല്ലെ. അപ്പൊ ആ ഓരോ സെക്ഷനിലും ഓപ്പറേഷൻ തിയേറ്റേഴ്സിലും അനസ്തീഷ്യയിലും അപ്പൊ ഓരോ സെക്ഷനിലും നമ്മ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കണം? ആ ഒരു സേവനങ്ങള് കൈകാര്യം ചെയ്യാൻ എഡ്യൂക്കേഷണൽ ട്രെയിനിങ് കിട്ടിയവരായിരിക്കണോ? ആണോ? ആണോ? ക്ലിയർ ആയോ? ഇപ്പൊ നമുക്കറിയാം, മിസ് വേറെ രീതിയിൽ പറഞ്ഞുതരാം. ഇതിൽ പറഞ്ഞതുപോലെ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഫാർമസി ഉണ്ട് അല്ലേ, അനസ്തേഷ്യ ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ട്, ICU ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്മ സ്റ്റാഫുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഫാർമസിയിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള ആളുകളെയായിരിക്കും നമ്മ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? B.Pharm, M.Pharm ഒക്കെ കഴിഞ്ഞവരെയല്ലേ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് അല്ലെ.
ആണോ? അല്ലെ? ബി ഫാം. അപ്പൊ എന്താണ് നമ്മ അവർക്ക് കൊടുക്കുന്ന, നമ്മ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് നൽകുന്ന സേവനങ്ങൾക്ക് അനുസൃതമായിട്ട് അവർക്ക് എന്ത് വേണം? അതിനനുയോജ്യമായിട്ടുള്ള നഴ്സിംഗ് പരിശീലനം ലഭിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ? അതിനാശ്രയിച്ചല്ലേ കൊടുക്കുന്നത്? അവർക്കുള്ള ആ ഒരു പൊസിഷൻ, അവർക്കുള്ള ആ ഒരു ജോലി കൊടുക്കുന്നത്. ആണോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ എല്ലാവർക്കും? നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് നമ്മ ഓരോ സ്റ്റാഫുകൾക്കും നൽകുന്ന സേവനത്തിന് അല്ലെ, അവർക്ക് കൊടുക്കുന്ന ആ ഒരു ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള വിദ്യാഭ്യാസ ട്രെയിനിങ് അല്ലെ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ ഉള്ളതിനെ ആശ്രയിച്ചാണ് നമുക്ക് അവര് ഓരോരുത്തർക്കും ഓരോ പൊസിഷനുകൾ നൽകുന്നത്. ഇപ്പൊ നമ്മൾ നഴ്സിംഗ് ഡയറക്ടർ ആക്കിയിട്ട് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ കഴിയുമ്പോഴാണ് അവർക്ക് ആ ഒരു പൊസിഷൻ കൊടുക്കുന്നത്. അപ്പൊ അത് എന്തിനെ ആശ്രയിച്ചാണ്? അവരുടെ എക്സ്പീരിയൻസും അവരുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ആശ്രയിച്ചല്ലേ അവർക്ക് ആ ഒരു പൊസിഷൻ കൊടുക്കുന്നത് അല്ലേ? ആണ് അല്ലെ? അപ്പൊ അതാ പറയുന്നത് എന്താണ്? നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് നൽകുന്ന, അവർ കൊടുക്കേണ്ട സേവനം എന്ന് പറയുന്നത് അവരുടെ എഡ്യൂക്കേഷൻ പരിശീലനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ ആണോ? തമ്പട്ടെ ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് യൂട്ടിലൈസേഷൻ അല്ലെ. യൂട്ടിലൈസേഷൻ എന്താ പറയുന്നത്? The staff, the nursing staff must be allotted work in such a way that the knowledge skills acquired are best used for the purpose they were imparted or trained. അല്ലെ, നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് ജോലി അനുവദിക്കേണ്ടത് അവർ നേടിയ അറിവ് പകർന്നു നൽകിയതോ അല്ലെങ്കിൽ അവർ പരിശീലിച്ചതോ ആയ ഉദ്ദേശത്തിനായി ഏറ്റവും നന്നായി ഉപയോഗിക്കത്തക്ക രീതിയിലായിരിക്കണം അല്ലെ. അതായത് നമ്മ ഓരോ നഴ്സിംഗ് സ്റ്റാഫുകൾക്കും നൽകേണ്ട ജോലി എന്ന് പറഞ്ഞത് എന്താണ്? അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻസും അവർക്ക് ലഭിച്ചിരിക്കുന്ന ട്രെയിനിങ്ങും അവരുടെ സ്കിൽസുകൾക്കും അനുയോജ്യമായിട്ട് വേണം അവർക്ക് നമ്മൾ ജോലികൾ അനുവദിച്ചു കൊടുക്കാൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്താണ് ഓരോ നഴ്സിംഗ് സ്റ്റാഫ്? നമുക്കറിയാം ഹോസ്പിറ്റലില് ഒരു തരത്തിലുള്ള നഴ്സിംഗ് കെയർ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു തരത്തിലുള്ള നഴ്സിംഗ് കെയർ മാത്രമാണോ ലഭിക്കുന്നത്? അല്ല അല്ലെ? അല്ല, ക്രിട്ടിക്കൽ കെയർ ഉണ്ട്, മൈനർ ഉണ്ട് അല്ലെ, അതിലും താഴെ തട്ടില് അല്ലെ മിഡിൽ രീതിയിലുള്ള നഴ്സിംഗ് കെയർസ് ലഭിക്കുന്നുണ്ട്, അക്യൂട്ട് ട്രീറ്റ്മെന്റിലുള്ളവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ഒരേപോലെയുള്ള പരിചരണമാണോ ഈ നഴ്സിംഗ് സ്റ്റാഫുകൾ കൊടുക്കാനായിട്ട്? ആണോ? മൈനർ അല്ല അല്ലെ, ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ ഇങ്ങനെ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് ജോലി അനുവദിക്കേണ്ടത് എന്താണ്? അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും അവരുടെ സ്കില്ലുകളും അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അവർക്കത് നൽകേണ്ടത്. ഓക്കെ ആണോ? അതിനനുസരിച്ചായിരിക്കും അല്ലെ അവർ ആ ഒരു യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലെ. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അവരുടെ സ്കില്ലുകളൊക്കെ അവർ യൂട്ടിലൈസ് ചെയ്യോ? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ആണോ? അവർക്ക് ഒരു നിമിഷം വേണ്ട അല്ലെ. ഒരു പേഷ്യന്റ് അവരുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാല് അവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? അവര് പെട്ടെന്ന് തന്നെ അവര് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ആണോ? ഒരു അക്യൂട്ട് ഇല്ലേ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക അല്ലെ. ഒരു അക്യൂട്ട് ട്രീറ്റ്മെന്റ് പേഷ്യന്റ് ആണ് കണ്ടീഷനിലുള്ള ഒരു പേഷ്യന്റ് ആണ് വന്നതെങ്കിൽ അവർ പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. അവർക്ക് ആവശ്യമായുള്ള ട്രീറ്റ്മെന്റുകൾ പെട്ടെന്ന് തന്നെ ഡോക്ടർ വരുന്നതിന് മുമ്പ് ആ നഴ്സ് ഏകദേശം ഒന്ന് പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതല്ലെങ്കിൽ പുതിയ സ്റ്റാഫുകളാണെങ്കിൽ അവർക്ക് എന്ത് പറ്റും? ഒരു അക്യൂട്ട് കണ്ടീഷനിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് പഠിച്ചിറങ്ങി അപ്പൊ തന്നെ അപ്പോയിന്റ്മെന്റ് ലഭിച്ച സ്റ്റാഫുകളാണെങ്കിൽ എന്ത് പറ്റും? അവർക്കൊരു പേടി വരും അല്ലേ. അക്യൂട്ട് കണ്ടീഷനിൽ ഒരു സ്റ്റാഫ് പേഷ്യന്റിനെ കൊണ്ടുവന്ന ആണോ? ഒന്ന് പറയേ. നിങ്ങൾ പറഞ്ഞാൽ മാത്രം മിസ്സിന് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഓക്കെ ആണ്. എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവർക്കൊരു പേടി തോന്നോ? അങ്ങനെ അത്രയും ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരും എന്ത് ചെയ്യണം അല്ലേ?
എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നൊരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവോ? എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ പേരില്, അതിന് വേണ്ട ട്രെയിനിങ്ങുകൾ ലഭിക്കാത്തതിന്റെ പേരില്. അപ്പൊ അതാ പറയുന്നത് എന്താണ്, നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് ജോലി അനുവദിക്കേണ്ടത്, നമ്മൾ ജോലി അവർക്ക് കൊടുക്കേണ്ടത് അവര് നേടിയ എഡ്യൂക്കേഷന്റെ അടിസ്ഥാനത്തില്, അവരുടെ സ്കില്ലുകളുടെ അടിസ്ഥാനത്തില്, അവർക്ക് ലഭിച്ച ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കണം നൽകേണ്ടത്. അപ്പൊ അവർക്ക് അതിനനുസരിച്ച് അവരുടെ സ്കില്ലുകളും ഒക്കെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗിന്റെ സിസ്റ്റം ഇനി സിമ്പിൾ ആണ് കേട്ടോ, ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവേ. ആ ഒരു സെക്ഷൻ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്, സ്റ്റാഫിംഗ് സംവിധാനം അല്ലേ. അപ്പൊ നോക്കിയേ, റെക്കഗ്നൈസ് ദ നഴ്സിംഗ് care hours needed to care for a patient for a day or for a shift അല്ലേ. എന്താണ്, ഒരു രോഗിയെ എന്താണ് ഒരു ദിവസത്തേക്കോ ഒരു ഷിഫ്റ്റിലേക്കോ പരിചരിക്കുന്നത് ആവശ്യമായിട്ടുള്ള നഴ്സിംഗ് കെയർ സമയം തിരിച്ചറിയാം അല്ലെ. ഇപ്പൊ നമ്മ ICUല് കിടക്കുന്ന പേഷ്യൻസ്, അതല്ലെങ്കിൽ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ എങ്ങനെയാണ് നഴ്സിംഗ് കെയർ ആവശ്യമായിട്ട് വരുന്നത്? അവർക്ക് ആ ഒരു ദിവസം മൊത്തം ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ, ആണോ? അതല്ല, നമ്മുടെ ഒരു ഒബ്സർവേഷൻ, നമുക്കിപ്പോ BP ഒക്കെ കുറഞ്ഞ അല്ലെങ്കിൽ നമുക്ക് ഒരു തലയിറക്കൊക്കെ വന്നിട്ട് ഒബ്സർവേഷനിൽ കിടത്താണെങ്കിൽ നമുക്ക് ആ ചിലപ്പോ എന്താണ് ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ നമുക്ക് ആ ഒരു ഒബ്സർവേഷൻ നഴ്സിംഗ് കെയർ ആവശ്യമായിട്ട് വരുള്ളൂല്ലോ. ചിലപ്പോ ഒരു ട്രിപ്പ് ഇട്ട് തീരുന്നത് വരെ അല്ലേ ആണ് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു രോഗിക്ക് അല്ലെ എത്ര സമയത്തേക്കാണ് ആ ഒരു നഴ്സിംഗ് കെയർ ആവശ്യമായിട്ട് വരുന്നതെന്ന് തിരിച്ചറിയുക. ഒരു ദിവസത്തേക്കാണോ അല്ലെങ്കിൽ കുറച്ച് ഒരു ഷിഫ്റ്റിംഗ് സമയത്തേക്കാണോ എന്നുള്ള കാര്യം തിരിച്ചറിയുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സ്റ്റാഫിംഗ് റിലീസ് ഓൺ എ കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റൽ. സ്റ്റാൻഡേർഡ് പ്രൊവൈഡ്സ് നമ്പർ ഓഫ് ബെഡ്സ് ആൻഡ് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസസ് അല്ലെ. നമുക്കൊരു എത്ര സ്റ്റാഫുകൾ വേണം, എത്ര നഴ്സിംഗ് വേണം എന്ന് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ ഒരു ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റി അല്ലെ. അവിടെ എത്ര സ്പെഷ്യാലിറ്റി കെയർസ് കൊടുക്കുന്നുണ്ട്, മൾട്ടി സ്പെഷ്യാലിറ്റി ആണോ, സിംഗിൾ സ്പെഷ്യാലിറ്റി ആണോ, എന്തൊക്കെ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് അല്ലെ എന്നതിന്റെ അടിസ്ഥാനത്തില്. പിന്നെ അവിടുത്തെ സ്റ്റാൻഡേർഡ് അല്ലെ, മാനദണ്ഡങ്ങൾ, എന്തൊക്കെ സ്റ്റാൻഡേർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവിടെ എത്ര നമ്പർ ഓഫ് ബെഡ്സ് ഉണ്ട്, എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ അല്ലെ ചികിത്സാ സേവനങ്ങൾ നൽകുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാഫിംഗ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുള്ള അത്രയും സ്റ്റാഫുകൾ വേണോ? വേണോ? സിംഗിൾ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഒക്കെ പഠിച്ചല്ലോ. ഒരു ചെറിയൊരു സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുള്ള അത്രയും സ്റ്റാഫുകൾ വേണോ? വേണ്ട അല്ലെ. അപ്പൊ എന്താണ് സ്റ്റാഫിംഗ് അല്ലെ, നമ്മുടെ സ്റ്റാഫുമാരുടെ എണ്ണം ബന്ധപ്പെട്ടിരിക്കുന്നത് ആ ഒരു ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റി, അവിടെ എന്തൊക്കെ സ്റ്റാൻഡേർഡുകൾ, അവിടെ എത്ര നമ്പർ ഓഫ് ബെഡ്സ് ഉണ്ട്, എത്ര സർവീസുകൾ അല്ലെ, എത്ര ചികിത്സാ സേവനങ്ങൾ നൽകുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് in anticipating nursing workload, a manager must calculate not only the total number of patients to be cared for, but also the proportion in each category: self-care, minimal care, full care, intensive care, because care needs differ from category to another. അതായത് ഒരു സ്റ്റാഫിന്റെ, ഒരു നഴ്സിന്റെ വർക്ക് ലോഡ് മാനേജർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒരിക്കലും അവിടെ എത്ര പേഷ്യൻസ്, നമ്പർ ഓഫ് പേഷ്യൻസ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കെയർ അല്ലെ, ഓരോ പേഷ്യൻസിന് കൊടുക്കേണ്ട കെയറിന്റെ, പരിചരണത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ. but also the proportion of each category, like ഓരോ കാറ്റഗറിയിലും പെടുന്ന
പേഷ്യൻസിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം സെൽഫ് കെയർ സെൽഫ് കെയർ ചെയ്യുന്ന ഇപ്പൊ ഒരു പനിയായിട്ട് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയ പേഷ്യൻസിന് അടുത്ത് ആ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് ഏത് സമയം ഇരിക്കേണ്ടി വരുമോ? എപ്പോഴും വേണോ സെൽഫ് കെയർ ചെയ്യുന്നത്? നമുക്കറിയാം നമ്മുടെ മരുന്ന് നമ്മ എടുത്ത് കഴിക്കും, നമ്മ ബാത്തിങ് ചെയ്യും, നമ്മ ഭക്ഷണം കഴിക്കും, നമ്മ അങ്ങോട്ട് ഇങ്ങോട്ട് ചെരിഞ്ഞു കിടക്കും അല്ലേ. അപ്പൊ നമുക്ക് നഴ്സുമാരെ ആവശ്യം വരുന്നുണ്ടോ ആ ഒരു കാര്യത്തിനൊക്കെ? വേണ്ട അല്ലെ. പിന്നെന്താണ്, മിനിമൽ കെയർ ആണെങ്കിലും നമുക്ക് അത്രത്തോളം നഴ്സുമാരുടെ സേവനം ആവശ്യമായിട്ട് വരുന്നുണ്ടോ? ഈ ഫുൾ കെയറും ഇന്റൻസീവ് കെയർ ഒക്കെ ആവുമ്പോഴാണ് അല്ലെ നമ്മുടെ അടുത്ത് ഫുൾ ടൈം ആ നഴ്സുമാര് വേണം അല്ലെ. ആണോ? ഇപ്പൊ ICU പഠിച്ചു നിങ്ങൾ. ICUലെ പേഷ്യന്റ് നഴ്സ് റേഷ്യോ എത്രയാണ്? 1:1 or 1:2 അല്ലെ? ആണോ? ആണ്, അത്രയും അല്ലെ. അപ്പൊ അതെന്താണ് അവിടെ ഇന്റൻസീവ് കെയർ ആണ് അല്ലെ. കൂടുതൽ ആ പേഷ്യൻസിന് കൂടുതൽ കെയർ കൊടുക്കണം അല്ലെ. അപ്പൊ നമ്മുടെ ഇൻപേഷ്യന്റ് റൂംസിലുള്ള പേഷ്യൻസിനൊക്കെ 1:1 എന്നുള്ള റേഷ്യോയിലാണോ നഴ്സുമാരുള്ളത്? IPDയിലൊക്കെ ആണോ? ഒരു പേഷ്യന്റിന് ഒരു നഴ്സ് ഉണ്ടോ അവിടെ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, ഒരു നഴ്സിന്റെ ഉള്ള അല്ലെ നഴ്സിംഗ് ജോലി ഭാരം ഒരു മാനേജർ പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? രോഗിയുടെ മൊത്തം എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല അല്ലെ, ഓരോ കാറ്റഗറിയിലും പെടുന്ന പേഷ്യൻസിന്റെ അനുപാതത്തിലാണ്. ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് എങ്ങനെയാണ്? സെൽഫ് കെയർ ആണോ, മിനിമൽ കെയർ ആണോ, ഫുൾ കെയർ ആണോ, ഇന്റൻസീവ് കെയർ ആണോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ ആണോ? എന്ന് വെച്ചാല് ബിക്കോസ് എന്തുകൊണ്ടെന്നാല് കെയർ നീഡ്സ് ഡിഫർ ഫ്രം കാറ്റഗറി ടു അനദർ അല്ലെ. പരിചരണ ആവശ്യങ്ങള് ഈ കാറ്റഗറി അനുസരിച്ച് വ്യത്യാസപ്പെടുന്നുണ്ടോ? സെൽഫ് കെയറിലുള്ള പേഷ്യൻസിന് നമ്മുടെ ഫുൾ കെയർ അല്ലെങ്കിൽ ഇന്റൻസീവ് കെയറിലുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന അത്രയും പരിചരണം കൊടുക്കണോ? സെൽഫ് കെയർ ചെയ്യുന്ന പേഷ്യൻസിന് സ്വയം പരിചരിക്കുന്ന പേഷ്യൻസ്, അതായത് സ്വന്തമായിട്ട് മെഡിസിൻ എടുത്ത് കഴിക്കുക, സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു കിടക്കുക, സ്വന്തമായിട്ട് ബാത്റൂമിൽ പോവാ അല്ലെ, വേണ്ട അല്ലെ. അപ്പൊ എന്താണ് കാരണം? ബിക്കോസ് എന്താണ്, കെയർ നീഡ്സ് ഡിഫർ ഫ്രം കാറ്റഗറി ടു അനദർ അല്ലെ. പരിചരണ ആവശ്യങ്ങള് വിഭാഗത്തിൽ നിന്ന് അല്ലെ കാറ്റഗറി അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ ഇൻക്ലൂഡ് അല്ലെ. നമ്മുടെ പേഷ്യന്റ് കെയറിൽ ടൈപ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഡയറക്റ്റ് കെയറും രണ്ട് തരത്തിലുള്ള കെയർസ് ആണ് വരുന്നത്. ഡയറക്റ്റ് കെയറും ഇൻഡയറക്റ്റ് കെയർ അല്ലെ. ഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള പരിചരണം എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ പേഷ്യന്റിന്റെ പ്രസൻസിൽ കൊടുക്കുന്ന പരിചരണങ്ങൾ അല്ലെ. ആണോ? ഡയറക്റ്റ് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നേരിട്ട് അല്ലെ. Is care given by nursing staff while working in the presence patient and related to the patient physical and psychological requirements അല്ലെ. എന്താണ്, നമ്മുടെ രോഗിയുടെ ശാരീരികം ഫിസിക്കൽ ആയിട്ടുള്ളതും മാനസികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് രോഗിയുടെ സാന്നിധ്യത്തിൽ അല്ലെ, രോഗിയുടെ പ്രസൻസിൽ നഴ്സിംഗ് ജീവനക്കാർ നൽകുന്ന പരിചരണത്തെയാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് രോഗിയുടെ പ്രസൻസില് രോഗിയുടെ സാന്നിധ്യത്തില് നഴ്സുമാർ നൽകുന്ന പരിചരണത്തെയാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ഡയറക്റ്റ് കെയർ കൺസിസ്റ്റ് ഓഫ്, ഡയറക്റ്റ് കെയറിൽ എന്തൊക്കെയാ ഉൾപ്പെടുന്നത്? ഫീഡിങ് അല്ലേ. എന്താണ്, പേഷ്യൻസിന് ഫുഡ് കൊടുക്കാം, ഫീഡ് ചെയ്യിക്കാം അല്ലെ. ചില പേഷ്യൻസിനൊക്കെ ഇപ്പൊ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ വെന്റിലേറ്റർ അല്ലെങ്കിൽ ICUലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് ചിലപ്പോ എന്താണ് ട്യൂബ് വഴിയൊക്കെ ഫീഡ് ചെയ്യിക്കാറുണ്ടോ? ഇല്ലേ? എന്താ മക്കളൊന്നും മിണ്ടാണ്ടിരിക്കുന്നേ? ഉണ്ടോ?
ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ഫീഡിങ്ങിന്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെന്റ് അല്ലെ, അവർക്കുള്ള പരിചരണങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ചിലപ്പോ എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റിലൊക്കെ പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നഴ്സുമാര് കൂടെ തന്നെ നിൽക്കണം അല്ലെ. അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ ഒരു പേഷ്യൻസിന്, വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന്? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ കിടക്കില്ലേ, ചിരിച്ചു കിടക്കുക അല്ലെ, ചലനം, മൊബിലിറ്റി. പിന്നെന്താണ് അവർക്ക് മരുന്നുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതൊക്കെയാണ് ഡയറക്റ്റ് കെയറിൽ ഉൾക്കൊള്ളുന്നത്. പിന്നെന്താണ് ആൻഡ് ദ more dependence the patient is on the nurse to conduct related activity, the more hours of nursing care is required for that patients. ഇങ്ങനെയുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ അല്ലെ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്താൻ രോഗി നഴ്സിനെ എത്രത്തോളം ആശ്രയിക്കുന്നുവോ അത്രയും മണിക്കൂർ എന്ത് വേണം, നമ്മുടെ നഴ്സിംഗ് പരിചരണം ആ രോഗിക്ക് ആവശ്യമായിട്ട് വരും അല്ലെ. ഇങ്ങനെയുള്ള ഫീഡിങ് ചെയ്യാൻ, ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, മൊബിലിറ്റിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മെഡിക്കേഷൻസ് നൽകുന്നതിന് വേണ്ടിയിട്ട് ആ രോഗി നഴ്സുമാരെ എത്രത്തോളം ആശ്രയിക്കുന്നുവോ അത്രയും സമയം എന്താണ് അവർക്ക് ആ നഴ്സിംഗ് കെയർ കിട്ടണ്ടേ, ആ രോഗിക്ക് നഴ്സിംഗ് പരിചരണം ആവശ്യമായി വരുന്നു. ഓക്കെ ആണോ? ഡയറക്റ്റ് കെയർ ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? നെക്സ്റ്റ് ഇൻഡയറക്റ്റ് കെയർ. ഇൻഡയറക്റ്റ് കെയർ നോക്കി, are those ventures undertaken on the patient behalf but removed from his presence. അല്ലെ, രോഗിയുടെ പേരിൽ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ എന്നാൽ രോഗിയുടെ അസാന്നിധ്യത്തിൽ അല്ലെ, അവര് ആ രോഗിയുമായി റിലേറ്റഡ് ചെയ്തിട്ടില്ല, രോഗിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് രോഗിയുടെ അസാന്നിധ്യത്തിലാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ, അങ്ങനെയുള്ള പരിചരണത്തെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇൻഡയറക്റ്റ് കെയർ കൺസിസ്റ്റ് ഓഫ് അസംബ്ലിംഗ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് അല്ലെ, ഒരു രോഗിക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള അവർക്ക് സാധനങ്ങൾ ലഭ്യമാകാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അസംബിൾ ചെയ്ത് കൊടുക്കുക, അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരുപാട് എക്യുപ്മെന്റ്സുകൾ ഉണ്ടല്ലോ, എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ട് അല്ലെ, അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അവരെന്താണ്, പക്ഷെ അത് കൊടുക്കുന്നത് നഴ്സുമാരായിരിക്കും അല്ലെ. ഇപ്പൊ നെബുലൈസർ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്യാസുകളൊക്കെ അല്ലെ, മെഡിക്കൽ ഗ്യാസുകൾ, പലതരത്തിലുള്ള മെഡിക്കൽ ഗ്യാസുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്ത് വരും. അപ്പൊ അതാരാണ് ശരിക്കും നേരിട്ട് അത് നഴ്സായിരിക്കും കൊടുക്കുന്നത്, സെറ്റ് ചെയ്യുന്നത് വേറെ സ്റ്റാഫുകളായിരിക്കും അല്ലെ. ആ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് വേറെ ആളുകളായിരിക്കില്ലേ? ആണോ? ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. നെക്സ്റ്റ് പറയുന്നത് സീക്കിംഗ് അഡ്വൈസ് വിത്ത് അതർ നഴ്സിംഗ് കെയർ ടീം മെമ്പേഴ്സ് അല്ലെ. എന്താണ്, മറ്റു ടീം അംഗങ്ങളുമായിട്ട്, മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫുകളുമായിട്ട്, ഡോക്ടേഴ്സുമായിട്ട് ഈ പേഷ്യന്റ് റിലേറ്റഡ് അഡ്വൈസുകൾ, ഉപദേശങ്ങള് ചോദിക്കുന്നവര്. നെക്സ്റ്റ് പറയാം റൈറ്റിംഗ് ആൻഡ് റീഡിങ് പേഷ്യന്റ് റെക്കോർഡ്സുകൾ അല്ലെ. പേഷ്യന്റ് റെക്കോർഡ് എഴുതുക, അവരെന്താണ് പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ റീഡ് ചെയ്യുക, വായിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവര്. പക്ഷെ അവര് ജസ്റ്റ് റെക്കോർഡ് എഴുതുകയും വായിക്കുകയും ചെയ്യുന്നുണ്ടാവുള്ളൂ അല്ലെ. പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ എഴുതി കൊടുക്കുന്നത് ആരാ? ഡോക്ടറാണോ? ഇപ്പൊ നമ്മ ഈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കൺസൾട്ടന്റ് ഉണ്ടാവും, സീനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവും. സീനിയർ ഡോക്ടേഴ്സിന് എന്താണ് മെഡിക്കൽ സ്ക്രബോ അതല്ലെങ്കിൽ ആരുണ്ടാവും, ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ അത് ചില ഹോസ്പിറ്റലില്? ഉണ്ട്. അപ്പൊ എന്താണ് നമുക്ക് നേരിട്ട് രോഗി പരിചരണത്തിൽ ഉൾപ്പെടുന്നത് ആരാ? ആ ഡോക്ടർ അല്ലേ. ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ആര് എഴുതും? ഒന്നില്ലെങ്കിൽ ജൂനിയർ ഡോക്ടർ അല്ലെങ്കിൽ മെഡിക്കൽ സ്ക്രൈബ് എഴുതും അല്ലെ, മെഡിക്കൽ റെക്കോർഡിൽ എഴുതോ? അപ്പൊ അതെന്താണ് ഇൻഡയറക്റ്റ് കെയർ. അപ്പൊ ഈ സ്ക്രൈബ് ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ഈ ഒരു ജൂനിയർ ഡോക്ടർ ചെയ്യുന്ന ജോലി എന്താണ്?
ഇൻഡയറക്റ്റ് കെയർ അല്ലേ? ഇൻഡയറക്റ്റ് കെയർ ആണോ? പിന്നെ സീക്കിംഗ് അഡ്വൈസ്. ഇപ്പൊ ഒരു ഡോക്ടറെ കണ്ട്, നമ്മൊരു കൺസൾട്ടന്റിനെ കണ്ട് അവര് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് ആ ഡോക്ടർ എന്ത് ചെയ്യും, ചിലപ്പോ എന്തെങ്കിലും കാര്യമൊക്കെ അവരെ സീനിയർ ഡോക്ടേഴ്സിനെ വിളിച്ച് ഉപദേശങ്ങൾ തരും അല്ലേ? ഈ രോഗിയുടെ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടോ? ചോദിക്കാറുണ്ടോ? ആ രോഗിയുടെ അസുഖം. അപ്പൊ ആ സീനിയർ ഡോക്ടർ ആരാ? ഇൻഡയറക്റ്റ് കെയർ കൊടുക്കുന്ന ആളാണ് അല്ലെ? അവിടെ ആ ഒരു സീനിയർ ഡോക്ടർ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് കെയർ കൊടുക്കുന്ന ആളാണോ? മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഇൻഡയറക്റ്റ് കെയർ ആരൊക്കെയാണെന്ന് മനസ്സിലായോ? നെക്സ്റ്റ് പറയുന്നത് കൺസ്ട്രക്റ്റിംഗ് ഡിസ്ചാർജ് പ്ലാൻസ് എക്സെട്ര അല്ലെ? എന്താണ് നമുക്കറിയാം, എന്താണ് ഡിസ്ചാർജ്, നമ്മളെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഡിസ്ചാർജ് സമ്മറി എഴുതി തരാറുണ്ട് അല്ലെ? അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് സമ്മറി എഴുതി തരാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഡിസ്ചാർജ് സമ്മറി നിർമ്മിക്കുന്ന ആളെന്താ ചെയ്യുന്നത്? നമ്മുടെ മെഡിക്കൽ റെക്കോർഡും നമ്മുടെ ലാബ് ടെസ്റ്റ് റിസൾട്ടുകളും നമ്മുടെ ഫാർമസിയിൽ നമുക്ക് തന്നിരിക്കുന്ന മരുന്നുകളൊക്കെ നോക്കിയിട്ട് ഡിസ്ചാർജ് സമ്മറി എഴുതി തരാണ് അല്ലെ? അപ്പൊ അതൊക്കെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? രോഗിയുടെ പേരിൽ ഏറ്റെടുക്കുന്ന ജോലികള്, പ്രവർത്തനങ്ങൾ എന്നാൽ രോഗിയുടെ അസാന്നിധ്യത്തില്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഡയറക്റ്റും നെക്സ്റ്റ് പറയുന്നത് സ്റ്റാഫ് ഡെവലപ്മെന്റ് അല്ലെ? സ്റ്റാഫുകളുടെ ഡെവലപ്മെന്റ്. നോക്കിയേ, എന്തിനു വേണ്ടിയിട്ടാ ഡെവലപ്മെന്റ്? ട്രെയിനിങ് ഒക്കെ കൊടുത്ത് കണ്ടിട്ട് നമ്മൾ സ്റ്റാഫ് ഡെവലപ്മെന്റ് വരുത്താറുണ്ട് അല്ലെ? അവരുടെ പ്രൊഫഷണൽ ഗ്രോത്തും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? ആണോ? നോക്കിയേ, staff development, like staff development is the process which is directed towards the personal as well as professional growth of nurses and other staffs while they are employed by the healthcare. എന്താണ് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തില് ജോലി ചെയ്യുന്ന നഴ്സുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും വ്യക്തിപരവും പ്രൊഫഷണലുമായിട്ടുള്ള വളർച്ചയെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പ്രക്രിയയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് അല്ലെ? നമ്മൾ ഒരുപാട് ട്രെയിനിങ് കൊടുക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ എന്താണ് അവരുടെ പേഴ്സണൽ ഗ്രോത്തും അല്ലെ? പേഴ്സണലും വേണ്ട പ്രൊഫഷണൽ ഗ്രോത്ത് വരുന്നുണ്ടോ? വ്യക്തിപരമായിട്ടുള്ളതും ആ ഒരു ജോലിപരമായിട്ടുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുന്നുണ്ടോ? ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ട്രെയിനിങ് കിട്ടുമ്പോൾ ഉണ്ടല്ലേ? അപ്പൊ എന്താണ് ആരോഗ്യ സംരക്ഷണത്തിൽ അല്ലെ, നമ്മുടെ ഹെൽത്ത് കെയർ സെറ്റിംഗ്സില് ജോലി ചെയ്യുന്ന നഴ്സുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും വ്യക്തിപരമായിട്ടുള്ളതും ജോലി സംബന്ധിച്ചുള്ള അല്ലെ പ്രൊഫഷണൽ മായിട്ടുള്ള വളർച്ചയെ ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രക്രിയയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. It refers to all the training and education provided to enhance the job-related and personal knowledge, skills, and the mentalities of vested employees. എന്താണ് ജോലിയുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ നോളജ് അല്ലെ? വ്യക്തിപരമായിട്ടുള്ള അറിവ്, അവരുടെ കഴിവുകള്, പേഴ്സണൽ നോളജ്, അവരുടെ കഴിവുകള്, അവരുടെ മെന്റാലിറ്റീസ് അല്ലെ? ഓരോ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ആ ഒരു മാനസികാവസ്ഥ എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് നൽകുന്ന വിദ്യാഭ്യാസത്തെയും ട്രെയിനിങ്ങിനെയും നമുക്ക് എന്ത് പറയാം? ഈ ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയാം അല്ലെ? ആണോ? അവരുടെ ഇൻഡിവിജ്വൽ നോളജ് അല്ലെ? പേഴ്സണൽ നോളജ്, വ്യക്തിപരമായിട്ടുള്ള അറിവ്,
അവരുടെ കഴിവുകള്, അവരുടെ ആ ഒരു മാനസികാവസ്ഥ അതൊക്കെ വർദ്ധിപ്പിക്കുന്നതിന്, അതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് അവർക്ക് ലഭിക്കുന്ന എഡ്യൂക്കേഷനെയും ട്രെയിനിങ്ങിനെയും നമുക്ക് പറയാലോ സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറയാലോ. ഒക്കെയാണ് നമ്മുടെ ഈ സ്റ്റാഫ് ഡെവലപ്മെന്റ് സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് അല്ലെ. സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു ട്രെയിനിങ് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുന്നത് മൂലം നമുക്ക് എന്തൊക്കെയാണ് ലക്ഷ്യം ലഭിക്കുന്നത്? ഒബ്ജക്റ്റീവ്സ് എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി അല്ലെ. എംപ്ലോയീസിന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? എംപ്ലോയീസിന് ഒരുപാട് ട്രെയിനിങ് കിട്ടുക, എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ അവർക്ക് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കോ? വർക്ക് ചെയ്യാൻ സാധിക്കോ? ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്? എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി അല്ലെ. എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. എൻഷുർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ നേഴ്സ് അല്ലെ. നഴ്സുമാരുടെ സുരക്ഷിതത്വവും യഥാർത്ഥവുമായ രോഗി പരിചരണം ഉറപ്പാക്കുക അല്ലെ. നഴ്സുമാർ എങ്ങനെയുള്ള പരിചരണം കൊടുക്കും പേഷ്യൻസിന്? സുരക്ഷിതവും യഥാർത്ഥവും ആക്ച്വൽ പേഷ്യന്റ് കെയർ കൊടുക്കോ? യഥാർത്ഥമായിട്ടുള്ള അല്ലെ, ഓരോ പേഷ്യൻസിന്റെയും അസുഖങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ആക്ച്വൽ പേഷ്യന്റ് കെയർ കൊടുക്കാൻ സാധിക്കോ ഇങ്ങനെയുള്ള ട്രെയിനിങ് എഡ്യൂക്കേഷന് കിട്ടുമ്പോൾ? ആണോ? അതുവഴി എന്താണ്? പേഷ്യൻസിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തല്ലേ. പേഷ്യൻസിന് ആക്ച്വൽ കെയർ കിട്ടുമ്പോൾ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുകയല്ലേ. ആണോ? അഞ്ജു ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് എൻഷുർ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ബൈ സ്റ്റാഫ് അല്ലെ. എന്താണ്? ജീവനക്കാരുടെ തൃപ്തികരമായിട്ടുള്ള ഒരു ജോലി പ്രകടനം ഉറപ്പിക്കാൻ സാധിക്കുന്നു അല്ലെ. നമുക്ക് ഒരുപാട് ട്രെയിനിങ് കിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കോൺഫിഡന്റ് ആവും അല്ലെ. ആണോ? കോൺഫിഡന്റ് ആവും അല്ലെ, നമുക്ക് ചെയ്യാന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സിൻസിയർ ആയിട്ട് അല്ലെ, സാറ്റിസ്ഫൈ ആയിട്ട് വർക്ക് ചെയ്യോ? അപ്പൊ അത് ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് ഓറിയന്റ് ദ പേഴ്സണൽ ടുവേർഡ്സ് ദെയർ കെയർ ഒബ്ജക്റ്റീവ്സ്, ജോബ് ഡ്യൂട്ടീസ്, പേഴ്സണൽ പോളിസീസ് കേട്ടോ. ഈ ബി വേണ്ട കേട്ടോ. പിന്നെന്താണ്? ഓറിയന്റ് പേഴ്സണൽ ടുവേർഡ്സ് അല്ലെ. എന്താണ്? നമ്മുടെ പേഴ്സണൽ, അതായത് ആ ഒരു ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്ന ആ ഒരു ജോലിക്കാരുടെ കെയർ ഒബ്ജക്റ്റീവ്സ് അല്ലെ, നഴ്സുമാരുടെ പരിചരണ ലക്ഷ്യങ്ങള്, അവരുടെ ജോലി ഉത്തരവാദിത്തങ്ങള്, അവരുടെ തൊഴിൽ നയങ്ങള് എന്നിവ ക്രമീകരിക്കുക എന്നുള്ളത് സ്റ്റാഫ് ഡെവലപ്മെന്റുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലെ. ആ ഓരോ ജോലികള്, ഓരോ നഴ്സുമാർക്കും എന്തൊക്കെ ജോലിയാണ് ചെയ്യേണ്ടത്, ഓരോ പേഷ്യന്റ് കെയർ, ഓരോ ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് പരിചരണ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഓരോ ഓരോ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള പോളിസികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങള് ക്രമീകരിക്കാൻ നമ്മുടെ ഈ സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് സാധിക്കുന്നു. ഓക്കെ ആണോ? ഇന്ന് അടുത്ത ഭാഗം ഓക്കെ ആണോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്.